സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ ഈ വർഷത്തെ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ ജില്ലാതല ടിക്കറ്റ് വിൽപ്പനയുടെ ജില്ലാതല ഉദ്ഘാടനം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ.പി. സ്മിജി നിർവഹിച്ചു. വാർഡ് കൗൺസിലർ സബന മൻസൂർ അധ്യക്ഷയായി. ചടങ്ങിൽ മലപ്പുറം എസ്.എം. ലോട്ടറി ഉടമ എ. അഭിലാഷ് വൈസ് പ്രസിഡന്റിൽ നിന്നും ടിക്കറ്റ് ഏറ്റുവാങ്ങി. കേരള ലോട്ടറി ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയായ 30 കോടി രൂപയാണ് ഈ വർഷം തിരുവോണം ബമ്പറിന് ഒന്നാം സമ്മാനമായി ലഭിക്കുക. 500 രൂപയാണ് ടിക്കറ്റ് വില. സെപ്റ്റംബർ 29-നാണ് നറുക്കെടുപ്പ്. എം.വി. രാജേഷ് കുമാർ, ഷൺമുഖൻ, രാജൻ പരുത്തിപ്പാറ, ഭരതൻ, മൂർത്തി, സതീഷ്, മോഹനൻ കാടാമ്പുഴ, റിജുല വി.പി., സന്തോഷ് വി.ബി., സിനി ഐ.ജി തുടങ്ങിയവർ പങ്കെടുത്തു. ഏറ്റവും വലിയൊരു പ്രതീക്ഷയും അതുപോലെ തന്നെ ഒരു ഭാഗ്യവുമാണ് ഈ കേരള ഭാഗ്യക്കുറി എന്ന് പറയുന്നത്. ഒരു 500 രൂപ മുടക്കി ഒരു 30 കോടി നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അതിൻ്റെ ടാക്സ് ഏകദേശം ഒരു 14 ലക്ഷത്തോളം പോവുകയാണെങ്കിൽ കൂടി നമുക്കൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. പക്ഷേ ഈ ഒരു സന്തോഷം എന്ന് പറയുന്നത് നമ്മളൊരു മോശം പ്രവർത്തനത്തിലൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭാഗ്യത്തിനപ്പുറത്തേക്ക് അത് നമ്മുടെ ജീവിതത്തിലൊരു പ്രശ്നം കൂടെയാവും. ഈ ഒരു 2026 തിരുവോണ ബമ്പറിൻ്റെ മലപ്പുറം ജില്ലാതല വിതരണോദ്ഘാടനം അത് ഏറ്റവും കൂടുതൽ നമ്മുടെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വിശ്വസവും അതുപോലെ സുതാര്യവുമായൊരു ടിക്കറ്റ് വിതരണവും അതിൻ്റെ ഉദ്ഘാടന ചടങ്ങും അതോടൊപ്പം തന്നെ അത് നൽകുന്ന ഒരു തുകയുമാണ്. ഒരുപാട് 5000-ഓളം ഏജന്റുമാരുണ്ടെന്നാണ് എനിക്കറിയാൻ സാധിച്ചത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും വലിയൊരു കൂട്ടായ്മ നിങ്ങൾക്കൊരു തൊഴിൽ അതുപോലെ സാധാരണക്കാരെ സംബന്ധിച്ച് ജീവിതത്തിൽ ഒരുപാട് മാർഗങ്ങളിലൂടെ പോകാൻ സാധിക്കുന്നൊരു ഭിന്നശേഷിക്കാരൊക്കെ ഏറ്റവും കൂടുതൽ ഉപജീവന മാർഗമായിട്ട് കാണുന്നത് നമ്മുടെ ഈ ലോട്ടറി വിൽപ്പനയിലൂടെയാണ്. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. ഇടനെഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം. എംപയർ കോളേജ് ഓഫ് സയൻസ്. Empire College of Science, Moondal, Kuttipuram, Malappuram.